Welcome to Shibi's YouTube channel again. This is an OIT reading part B class for you. This class I have taken. Please go through the class. അതിനകത്ത് ഈ ഓരോ ഓപ്ഷനും മാച്ച് ചെയ്യുന്ന ഏത് ആൻസറാ കിട്ടിയേ? എനിക്ക് കിട്ടിയത് സി ആണ് കിട്ടിയത്. ക്ലാരിഫൈസ് ദ പ്രൊപ്പോർഷനേറ്റ് ഓഫ് ഈച്ച് റേസ് ജെൻഡർ ആൻഡ് കൾച്ചർ. ഓക്കെ, അത് എങ്ങനെ കിട്ടിയ? ഏത് ലൈൻ വെച്ചിട്ടാ? ആദ്യത്തെ സെന്റൻസിന്റെ Terminology in this guideline is a difficult issue since the choice of terminology used to distinguish groups of persons can be personal and contentious, especially when the groups represent difference in race, gender, sexual orientation, culture or other characteristics. അതായത് ഇതിനകത്ത് പറയുന്നത് എന്താ, ഈ ഗൈഡ് ലൈനകത്ത് യൂസ് ചെയ്യുന്ന ടെർമിനോളജി എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. കാരണം ഗ്രൂപ്പ്സ് ഓഫ് പേഴ്സൺസ് ക്യാൻ ബി പേഴ്സണൽ കണ്ടൻഷ്യസ് എസ്പെഷ്യലി വെൻ ദ ഗ്രൂപ്പ്സ്, അതായത് ഈ ഗ്രൂപ്പ്സ് റേസ്, ജെൻഡർ, സെക്ഷൽ ഓറിയന്റേഷൻ, കൾച്ചർ, ഈ കാര്യങ്ങളിലെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ടെർമിനോളജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് തിരഞ്ഞെടുക്കുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് പറഞ്ഞ ക്ലാരിഫൈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഈച്ച് റേസ്, ജെൻഡർ ആൻഡ് കൾച്ചർ, അങ്ങനെ ക്ലാരിഫൈ ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ ഗ്രൂപ്പുകൾ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രൂപ്പുകൾ പല രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഈ ടെർമിനോളജി തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ഇഷ്യൂ ആണെന്നാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ അത് ക്ലാരിഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നില്ല. പ്രൊപ്പോർഷൻ ഓഫ് ഈച്ച് റേസ്, ജെൻഡർ ആൻഡ് കൾച്ചർ, അങ്ങനെ അത് ക്ലാരിഫൈ ചെയ്യുന്നു എന്ന് അവിടെ പറയുന്നില്ല. പിന്നെ throughout the development of this guideline, the panel endeavored to maintain natural, non-judgmental terminology wherever possible. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ചെയ്യാത്ത ടൈപ്പ് അങ്ങനത്തെ വാക്കുകൾ യൂസ് ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന്. ആയിട്ടുള്ള ജഡ്ജ്മെന്റൽ അല്ലാത്ത വേർഡ്സ് യൂസ് ചെയ്യാൻ. ടേംസ് സച്ച് as മൈനോറിറ്റി, വിസിബിൾ മൈനോറിറ്റി, നോൺ വിസിബിൾ മൈനോറിറ്റി ആൻഡ് ലാംഗ്വേജ് മൈനോറിറ്റി ആർ യൂസ്ഡ് ഇൻ സം ഏരിയാസ്. ഈ വേർഡ്സ് ഒക്കെ പലയിടത്തും യൂസ് ചെയ്തിട്ടുണ്ട്. When doing so, the panel refers solely to their proportionate numbers within a large population and infers no value on the term to imply less importance or less power. അതായത് ഇങ്ങനെ മൈനോറിറ്റി അല്ലെ വിസിബിൾ മൈനോറിറ്റി എന്നൊക്കെ വേർഡ്സ് യൂസ് ചെയ്യുമ്പം അവരൊരു ന്യൂനപക്ഷമാണെന്ന് അങ്ങനെ അവർക്കൊരു പവർ ഇല്ലെന്നോ അല്ലെ ഇമ്പോർട്ടൻസ് ഇല്ലെന്നോ ഒന്നും അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, ആ പ്രൊപ്പോർഷനേറ്റ് നമ്പർ, അതായത് ഒരു വലിയ പോപ്പുലേഷനിൽ അവരുടെ എണ്ണം എത്രയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഇൻഫോഴ്സ് നോ വാല്യൂ ഓൺ ദ ടേം, അതായത് മൈനോറിറ്റി എന്ന് പറയുമ്പം അവരുടെ പവറിലോ അല്ലെങ്കിൽ അവരുടെ പ്രാധാന്യത്തിലോ അവർ കുറവാണെന്ന് കാണിക്കാനല്ല അത് യൂസ് ചെയ്തേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? പിന്നെ ചില സമയത്ത് അണ്ടർ റെപ്രസെന്റഡ് ഗ്രൂപ്പ്സ് എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അതും ആ ഡിസ്പ്രൊപ്പോർഷനേറ്റ് റെപ്രസെന്റേഷൻ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഒരു കാരണവശാലും ആ പദത്തിന് അവരുടെ അധികാരം കുറവാണോ അല്ലെ അവരുടെ പ്രാധാന്യം കുറവാണോ ഒന്നും അർത്ഥമില്ല എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ അതിനകത്ത് ഏതായിരിക്കും ഈ 3 ഓപ്ഷനകത്ത് ഈ ഒരു ഐഡിയക്ക് മാച്ച് ആയിട്ട് വരുന്നത്? ബി ആണ്, ഡിസ്റ്റിംഗ്വിഷസ് ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്സ് ഫ്രം ദ ട്രഡീഷണൽ മെജോറിറ്റി. ഇല്ല, ഇതിനകത്ത് ഗൈഡ് ലൈൻസ് ട്രൈ ടു യൂസ് ടെർമിനോളജി. ആ ടെർമിനോളജി ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പിനെ ട്രഡീഷണൽ മെജോറിറ്റിന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടോ? അതിനകത്ത് പറഞ്ഞ എന്താ, അങ്ങനെ ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പിനെ ട്രഡീഷണൽ മെജോറിറ്റി, അത് ഈ സെന്റൻസ് വെച്ചിട്ടായിരിക്കും തോന്നുന്നത്. ടു റെഫർ സോൺലി ടു ദ ഡിസ്പ്രൊപ്പോർഷനേറ്റ് റെപ്രസെന്റേഷൻ, അതായത് ട്രഡീഷണൽ മെജോറിറ്റിന്ന് വേർതിരിച്ച് കാണിക്കുന്നു എന്ന് പറയുന്നില്ല. പകരം എന്താണ്, അവരുടെ ഡിസ്പ്രൊപ്പോർഷനേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് സം സിറ്റിസൺസ് ഇൻ ദോസ് സെറ്റിംഗ്സ് ഇൻ കമ്പാരിസൺ ടു ദ ട്രഡീഷണൽ മെജോറിറ്റി, അതായത് അവരുടെ ഒരു ഡിസ്പ്രൊപ്പോർഷൻ, അതായത് എത്ര പേര് അതിൽ നിന്ന് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ അവരെ തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പ്രസൻസ് വാല്യൂ ഫ്രീ ഇൻഫർമേഷൻ അബൌട്ട് ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളെല്ലാം തന്നെ ആ ഒരു പ്രൊപ്പോർഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു വലിയ ഒരു മജോറിറ്റി ആൾക്കാരിൽ എടുത്തു വെച്ച് നോക്കുമ്പോൾ റെഫർ സോൺലി എന്ന് പറഞ്ഞാൽ ഓൺലി
ടു ദെയർ പ്രൊപ്പോർഷനേറ്റ് നമ്പേഴ്സ് വിത്ത് ലാർജർ പോപ്പുലേഷൻ. അതായത് വലിയൊരു പോപ്പുലേഷനിൽ ഇവർ എത്രമാത്രം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്, അവരുടെ നമ്പർ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ആൻഡ് ഇൻഫേഴ്സ് നോ വാല്യൂ ഓൺ ദ ടേം. ഇത് വെച്ചിട്ടാണ് ആൻസർ വരുന്നത്. ഇൻഫേഴ്സ് നോ വാല്യൂ ഓൺ ദ ടേം ടു ഇംപ്ലൈ ലെസ് ഇമ്പോർട്ടൻസ് ഓർ ലെസ് പവർ. അപ്പോൾ ഈ അവർക്ക് അതുകൊണ്ട് ഒരു പവർ ഇല്ലെന്നോ അല്ലെങ്കിൽ അവര് പ്രാധാന്യം ഇല്ലാത്തവരാണെന്നോ ഒന്നും അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല അത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് ഈ ഇതുമായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്. എന്താണ്? പ്രസൻസ് വാല്യൂ ഫ്രീ ഇൻഫർമേഷൻ അബൌട്ട് ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നുണ്ട് നോ വാല്യൂ ഓൺ ദ ടേം. ആ ടേമിന് ടു ഇംപ്ലൈ ലെസ് ഇമ്പോർട്ടൻസ് ഓർ ലെസ് പവർ. അതായത് രണ്ട് സോഷ്യൽ ഗ്രൂപ്പിനെ പറ്റി കാണിക്കുമ്പോൾ ഇത്ര ആൾക്കാരെ അവരുടെ ഇടയിൽ ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അവരാണ് പ്രാധാന്യം അർഹിക്കുന്നത് അല്ലെങ്കിൽ ഇവര് വെറും മൈനോറിറ്റി ആണ് അങ്ങനല്ല ഉദ്ദേശിക്കുന്നത്. Thank you so much for watching. I hope that this video would have helped you a lot. Wait for the upcoming videos. I'll be coming with yet another video. By that time, thank you.